നാരായണീയം കയ്യിലെടുത്താൽ പിന്നെ അത് താഴെ വയ്ക്കില്ല. അതുപോലെ എന്തൊരു ഫീലാണ് എന്താ ഫീലെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് അനുഭവം കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. അത് ഒരു പ്രത്യേക ഒരു നിർവൃതിയാണ്. നമസ്കാരം. നമ്മളിന്ന് ചാലക്കുടിക്ക് അടുത്ത് പൂലാനിയിലെ മുക്കാൽവെട്ടി എന്ന സ്ഥലത്തുള്ള തിരുനാരായണപുരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണുള്ളത്. ഇപ്പം നമ്മളുടെ കൂടെ ഇവിടെ നിരവധി ഏകദേശം 10-30ഓളം വീട്ടമ്മമാരും സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മളിവിടെ വരാനുണ്ടായ കാരണം ഇവിടെ സ്ഥിരമായിട്ട് നാരായണീയ പാരായണം നടക്കുന്നു എന്നുള്ളതാണ്. ഭക്തിയാണ് ഇതിൻ്റെ പുറകിലുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സാന്നിധ്യം എന്ന് പറയുന്നത്. നാരായണീയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം, മേൽപ്പത്തൂരിനാല് രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഭക്തി തന്നെയായിരുന്നു അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന് ഉണ്ടായ ശാരീരിക അവശതകൾ മറികടക്കുന്നതിന് വേണ്ടി അദ്ദേഹം തന്നെ അത് ഏറ്റെടുക്കുകയും പിന്നീട് അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിക്കപ്പെട്ട ഒരു വലിയ സംസ്കൃത കാവ്യമാണ് ശരിക്കും നാരായണീയം എന്ന് പറയുന്നത്. നാരായണീയത്തിൻ്റെ ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും നമ്മുടെ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ ആത്മീയമായ ഗംഭീരമായ ഉന്നതികൾ ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഐതിഹ്യത്തിലും ഒക്കെ പറയുന്നത്. അതിൻ്റെ പ്രധാന പ്രയോക്താക്കളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കൂടെയുള്ളത്. ഇതിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രത്തിലെ ഇത്രയും ആളുകളെ വീട്ടമ്മമാരെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടുത്തെ പ്രധാന ഒരു സംഘാടക എന്ന് പറയുന്നത് രാജി ആണ്. രാജി, എന്താണ് ഇതിനെ പറ്റിയിട്ട് ഈ സംഘാടനം നടത്താനായിട്ട് ഉണ്ടായ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ആദ്യമായിട്ട് 2014 ഞാൻ ഈ നാരായണീയ പാരായണത്തിലേക്ക് ഇറങ്ങി വന്നത്. ആദ്യമായിട്ട് വാണി ജയൻ കുമ്മയിൽ അവരുടെ വീട്ടിലാണ് ആദ്യമായിട്ട് നാരായണീയ പാരായണം തുടങ്ങാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് പങ്കജൻ ടീച്ചറാണ്. പങ്കജൻ ടീച്ചറുടെ ശിക്ഷണത്തിലാണ് ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ചത്. അവിടെ നിന്ന് ഒരു 32 ദശകം വരെ പഠിച്ചു. പിന്നെ എൻ്റെ ജോലി സംബന്ധമായിട്ടൊക്കെ എനിക്ക് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. ഞാൻ ജോലിക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ടീച്ചർക്ക് പിന്നെ വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ എനിക്കിത് പഠിക്കാൻ വളരെയേറെ ആഗ്രഹമുണ്ടെന്ന് ടീച്ചറോട് പറഞ്ഞപ്പോൾ ടീച്ചറായിട്ട് തന്നെ അന്നനാട്ടിലുള്ള ലീല ടീച്ചറുടെ അടുത്തേക്ക് കൊണ്ടുചെന്നാക്കി തന്നു. അവിടെയാണ് സമ്പൂർണ്ണമായിട്ട് പഠിച്ചതും. അരങ്ങേറ്റം കൊടുങ്ങാപ്പുഴ മഹാദേവ ക്ഷേത്രത്തിൽ നടത്തി. അവിടെ നിന്ന് പിന്നെ പൂലാനിയിൽ വന്ന് ഓരോ ക്ഷേത്രങ്ങളിലും പോയി ഇരുന്ന് സമ്പൂർണ്ണ നാരായണീയ പാരായണം ചെയ്തു. അങ്ങനെ പൂലാനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാരായണീയ പാരായണം ഇതുപോലെ 3 ദിവസം കൊണ്ട് ഞാൻ പഠിച്ചത് ഭഗവാന് സമർപ്പിക്കാൻ ചെന്നപ്പോൾ എൻ്റെ സഹപാഠിയും അതുപോലെ നമ്മുടെ എല്ലാമായ ലത ചേച്ചി ഒക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, രാജി, ഞങ്ങൾക്കും
ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ എന്നാൽ അറിയുന്ന വിധം എനിക്ക് എന്താണ് എന്നിൽ കിട്ടിയത്, ആ കിട്ടിയത് നിങ്ങൾക്ക് പകർന്നു തരാമെന്ന് പറഞ്ഞു. ഉണ്ട്, മനസ്സിലായി. അത് അപ്പോൾ എനിക്കറിയാവുന്ന വിധത്തിൽ അവർക്ക് കൂടി പകർന്നു കൊടുത്തു. ഗുരുദേവൻ്റെ അടുത്തുനിന്ന് തുടങ്ങി 15 പേരുണ്ടായിരുന്നു അവിടെ. അത് വളരെ നല്ല രീതിയിൽ ഭഗവാന്റെ അടുത്ത് സമർപ്പിച്ചു. പിന്നെ അവിടെ നിന്ന് പടിപടിയായി ഗുരുക്കന്മാരുടെ അനുഗ്രഹവും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇത്രയും രീതിയിൽ. നമുക്ക് ടീച്ചറോട് തന്നെ ചോദിക്കാം, പങ്കൻ ടീച്ചറോട് തന്നെ ചോദിക്കാം. ടീച്ചറെ, അപ്പോൾ ഈ നാരായണീയത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? നാരായണീയത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായത്, ഇവിടെ പാലക്കാട് ഒരു ആശ്രമമുണ്ട്, നാരായണീയ ആശ്രമം, പൂതന്നൂർ. അവിടുന്ന് ഒരു കേശവ നമ്പൂതിരി, ഒരു ഭദ്രാജി എന്ന് പറയുന്ന ഒരാളും കൂടെ വന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ സപ്താഹം നടത്തി. അങ്ങനെയാണ് ഞാൻ നാരായണത്തിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഭദ്രാജി തന്നെ ഏർപ്പാടാക്കിയ ഒരു ടീച്ചറാണ് എന്നെ പഠിപ്പിച്ചത്, ജ്യോതി എന്ന് പറയും, അഞ്ചുമന. അപ്പോൾ അങ്ങനെ നാരായണീയം കയ്യിലെടുത്താൽ പിന്നെ അത് താഴെ വയ്ക്കില്ല. അതുപോലെ എന്തൊരു ഫീലാണ്, എന്താ ഫീലെന്ന് പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് അനുഭവം കൊണ്ടേ അറിയാൻ പറ്റുള്ളൂ. അത് ഒരു പ്രത്യേക ഒരു നിർവൃതിയാണ്, എനർജിയാണ്. പിന്നെ ഭട്ടതിരിപ്പാട് വാതരോഗം മാറാനായിട്ട് രചിച്ചതാണല്ലോ. അപ്പോൾ ഓരോ ദശകത്തിൻ്റെ ഒടുവിൽ എൻ്റെ വാതരോഗം മാറ്റണേന്ന്, ഭട്ടതിരിപ്പാട് എൻ്റെ വാതരോഗം മാറ്റണേന്ന് എഴുതി. പക്ഷെ നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ പറയുന്നത് എൻ്റെ വാതരോഗം മാറ്റണം. അങ്ങനെ അത് ഉദ്ദേശിച്ചായിരിക്കണം ഭട്ടതിരിപ്പാട് അങ്ങനെ എഴുതിയത്. പിന്നെ ലാസ്റ്റ് കേശാതിവാദം എന്ന് പറയുന്നത് ഭട്ടതിരിപ്പാട് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് എന്നുവെച്ചാൽ 99 ദശകങ്ങൾ എഴുതി കഴിഞ്ഞപ്പം ഭട്ടതിരിപ്പാട് വിചാരിച്ചു, എനിക്ക് ഒന്നും മനസ്സിൽ വരുന്നില്ലല്ലോ ഭഗവാനെ, എന്നീ എന്താ ഞാൻ എഴുതേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഭഗവാൻ ഒരു ഒരു പ്രകാശം പോലെ ആദ്യം കണ്ടു. അങ്ങനെ പിന്നെ ഭഗവാൻ ഓരോ ആദ്യം മുഖം വർണ്ണിക്കാനുള്ള ആ ഭാഗങ്ങളിങ്ങനെ തെളിഞ്ഞെളിഞ്ഞ് വന്നു. അങ്ങനെ മുഖം മുതൽ കേശാതിപാദം വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ രൂപം ശരിക്കും ഇതില് 1034 ദശകങ്ങളല്ലേ, ശ്ലോകങ്ങളാണല്ലോ, 100 ദശകങ്ങൾ. ഈ 1034 ഒരു ദിവസം തീർക്കുകയാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു ചിട്ട? എങ്ങനെ വേണേൽ തീർക്കാം നമുക്ക്. ഒരു ദിവസം ചെല്ലാം, ഒരു ദിവസം കൊണ്ട് തീരും. രാവിലെ മുതൽ തുടങ്ങിയ വൈകിട്ട് തീർക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് കീർത്തനങ്ങൾ, അങ്ങനെയൊക്കെയാണ്. ഒരു ദിവസം തീർക്കുക എന്നുള്ളത് അങ്ങനെ ചിട്ടയില്ല. നമുക്ക് ഹ്രസ്വമായിട്ടും വായിക്കാം പ്രധാനപ്പെട്ടത്. പിന്നെ നമുക്ക് അങ്ങനെ ഒന്നിച്ച് ഫുള്ള് സമ്പൂർണ്ണം വായിക്കണമെന്നുള്ള നിയമമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മനസ്സ് അങ്ങനെ ഒരു ദശകമെങ്കിലും നമ്മൾ നാരായണീയം കയ്യിലെടുത്താൽ പിന്നെ ദിവസം ഒരു ദശകമെങ്കിലും വായിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പാരായണത്തിലേക്ക് പോയാലോ? കുഴപ്പമില്ല. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗം ഗണപതേ നമഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യൈ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം, ശ്രീ ഗുരുവായൂരപ്പ ശരണം.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം. ദശകം 1 ഭഗവത് സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യ വസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയധന്യ തന്വാവാചാദിയാ ഭജതി പദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വഭീതാപഹത്യൈ നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈ ഭൂതേന്ദ്രിയൈസ്തേ കപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. തസ്വച്ഛാദിതപരസുഖചിത് ഗർഭനിർഭാസ്വരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാനോ നിഷ്കളസ്ത്വം സകല ഇതി വജസ്ത്വത്കലാസ്വേവ ഭൂമൻ. മഗനാത് കൃഷ്ണ ഗോപികാ ജനാ പ്രമദ സങ്കുല കൃഷ്ണ പങ്കജേക്ഷണ അമൃതധാരയാ കൃഷ്ണ സംപ്ലുതായിവ സ്തിമിതദാന്തദോ കൃഷ്ണ സ്ത്വത്പുരോഗത. തദനു കാചന കൃഷ്ണസ്ത്വൽക്കരാംബുജം സപദി ഗൃഹ്ണതി കൃഷ്ണ നിർവിശങ്കിത. ഘനപയോധരേ കൃഷ്ണ സന്നിധായ സാ പുളക സംവൃത കൃഷ്ണ തസ്തുഷീചിരം. തവ വിഭോ പരാ കൃഷ്ണ കോമളംബുജം നിജകളാന്തരേ കൃഷ്ണ പര്യവേഷ്ടയ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുകിസലയം നാഥ തേ പാദമൂലം. നിത്യം